ഒന്നാമത്തെ പോയിൻ്റായിട്ട് പറയാനുള്ളത് അവർ നിങ്ങൾക്ക് പകരം മറ്റൊരാളെ തിരഞ്ഞെടുക്കട്ടെ എന്നതാണ്. ആരെങ്കിലും നിങ്ങൾക്ക് പകരം മറ്റൊരാളെ ചൂസ് ചെയ്യുകയാണെങ്കിൽ അവരനുവദിക്കുക, അവർ ചെയ്യട്ടെ. അത് വേദന ഉണ്ടാക്കുന്നതാണ് എന്നറിയാം. നിങ്ങളത്ര നല്ലതല്ല, അല്ലെങ്കിൽ നിങ്ങളിൽ എന്തോ പോരായ്മ ഉള്ളതുകൊണ്ടാണ് അവർ നമ്മൾ റിജക്റ്റ് ചെയ്തതെന്ന ചിന്ത വിഷമം ഉണ്ടാക്കുന്നത് ആണെന്നറിയാം. എന്നാൽ ഒരു നിമിഷം ഇങ്ങനെ ചിന്തിച്ച് നോക്കിയാൽ, ഒരാൾക്ക് ഇത്ര പെട്ടെന്ന് നിങ്ങൾ റീപ്ലേസ് ചെയ്യാൻ പറ്റുമെങ്കിൽ, മാറ്റാൻ പറ്റുമെങ്കിൽ, അവർ കാണിച്ചിരുന്ന സ്നേഹം എപ്പോഴെങ്കിലും സത്യമായിരുന്നോ? എന്നേക്കും നിലനിൽക്കാൻ വണ്ണം ശക്തമായിരുന്നോ? യഥാർത്ഥ സ്നേഹം ഒരിക്കലും നിങ്ങളെ മറ്റൊരാളുമായി കമ്പയർ ചെയ്യില്ല, നല്ലതൊന്നിനു വേണ്ടി തിരഞ്ഞ് നടന്നുകൊണ്ടിരിക്കില്ല. ഇങ്ങനെയൊന്ന് സങ്കല്പിച്ച് നോക്കിയാൽ, നിങ്ങളൊരു ഷോപ്പിൻ്റെ കണ്ണാടിക്കൂട്ടിൽ നിൽക്കുകയാണ്. ഒരാൾ വന്നിങ്ങനെ നോക്കിയിട്ടും അത് പോരാ, കുറച്ചുകൂടി നല്ലത് നോക്കാമെന്ന് പറഞ്ഞ് നിങ്ങൾ കടന്നു പോയാൽ നിങ്ങൾക്ക് ആ സെൽഫിലെ പ്രൊഡക്റ്റിനെ പോലെ ആവണോ? അല്ലെങ്കിൽ ഒരുപാട് മൂല്യമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ സ്നേഹിക്കപ്പെടണോ? ആർക്കെങ്കിലും നിങ്ങളുടെ മൂല്യം തിരിച്ചറിയുന്നില്ലെങ്കിൽ, വില തിരിച്ചറിയുന്നില്ലെങ്കിൽ, ഒരിക്കലും നിങ്ങളുടെ വില താഴ്ത്തേണ്ടതില്ല, കുറയ്ക്കേണ്ടതില്ല. നിങ്ങളുടെ വാല്യൂ തിരിച്ചറിയാതെ പോയത് അവരുടെ നഷ്ടമാണ്, അല്ലേ? സ്നേഹം എന്ന് പറഞ്ഞൊരു ചോയ്സായിട്ട് അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പായിട്ട് അനുഭവപ്പെടണം. അത് സൗകര്യപ്രദമായ സമയത്ത് അല്ലെങ്കിൽ തോന്നുമ്പോൾ മാത്രമല്ല, എല്ലാ ദിവസവും എല്ലാ സമയവും തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ചോയ്സ് ആയിരിക്കണം.